ഉയർച്ചയിലേക്കുള്ള വീഥി പാതയാണ് അനുസരണം. ആർക്കെങ്കിലും ജീവിതത്തിൽ ഉയരണമോ ദൈവത്തെ അനുസരിക്കുക. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും അതിശക്തമായ വചന സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും പാസ്റ്ററിൽ നിന്ന് നമ്മൾ അതിശക്തമായ ഒരു വചന സന്ദേശം കേൾക്കും. അതിനുവേണ്ടി നമ്മുടെ നോട്ട്ബുക്കുകൾ തയ്യാറെടുത്ത് വെക്കാം. നമുക്കപ്പോൾ തന്നെ നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കാം. ഈ സമയത്ത് ഓൺലൈൻ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ വെൽക്കം ചെയ്യുന്നു. നമുക്ക് തയ്യാറെടുക്കാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു കോ സ്പോൺസറുണ്ട്. ഖത്തറിൽ നിന്ന് ടോണി KM ബ്രദറാണ്. ടോണി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ നീട്ടി അനുഗ്രഹിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ കർത്താവ് ഒരു സർക്കാർ ജോലി അങ്ങ് കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്ന് കർത്താവെ ഒരു മോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഒരു ഹീലിംഗ് ടച്ച് ഇപ്പോൾ കാണുന്ന ആ ബ്രദറിൻ്റെ ലൈഫിൽ വന്ന് ചേരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കുന്നതിനാണ് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു ടോണി ബ്രദർ. കർത്താവ് ബ്രദറെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ദിവസങ്ങളിലുള്ള ചില മീറ്റിങ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ദ ഗ്യാദറിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷിലുള്ള ആരാധന ട്രിവാൻഡ്രം പട്ടണത്തിലും ബാംഗ്ലൂരിലും ഈ 2 ദിവസങ്ങൾ നടക്കുന്നു. ഏപ്രിൽ 23rd and 24th. അതിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാം. ട്രിവാൻഡ്രത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് കാണുന്ന വ്യക്തികൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് മെയ് 1 ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് നടക്കുന്നു. അത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്, മാരീഡ് കപ്പിൾസിന് വേണ്ടി മാത്രമാണ്. സോ നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് വരിക. എന്നാൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് വിദേശത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ല, അങ്ങനെ പറയുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ആയിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൽ QR കോഡ് ഉണ്ട്. സ്കാൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് കടന്നു വരിക. വലിയൊരു അനുഗ്രഹമായിരിക്കും. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 21 ട്യൂസ്ഡേ. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുക്കുക, ഈ റിബൺ ഉപയോഗിക്കുക. ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ എത്ര പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവർക്ക് അടുത്ത വർഷം കിട്ടും. ഒരുപക്ഷെ ഇന്ന് ഈ ഏപ്രിൽ 21 ചൊവ്വാഴ്ച തന്നെ കാണുന്നവർ കാണും. ചിലരൊക്കെ ഒരുപക്ഷെ ഇതിന് ശേഷം ഒരു ദിവസമായിരിക്കും കാണുന്നത്. ഒരു കുഴപ്പമില്ല. കണ്ടൻറ്റാണ്. ആ ദിവസത്തേക്ക് മാത്രമുള്ളതല്ല. ഇത് നിത്യവചനമാണ്. എങ്കിൽ ആ ദിവസം തന്നെ കാണുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട്. സോ ഇന്നത്തെ ഫോക്കസ് വേർഡ് ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഫോക്കസുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം. ഈ വർഷം തന്നെ ഒരേ ഫോക്കസുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം വന്നേക്കാം. നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ആവർത്തനത്തിലൂടെയാണ് പല കാര്യങ്ങളും എൻഗ്രേവ്ഡ് ആകുന്നത്. ഒരു പാറ, ആ പാറയിൽ ഒരു സാധനം, ഒരു കാര്യം എൻഗ്രേവ് ചെയ്യണമെങ്കിൽ കൊത്തുളി കൊണ്ട് അതിനെ കൊത്തി കോറി ഒരേ സ്ഥലത്തൂടെ വീണ്ടും ഒരു അക്ഷരമെല്ലാം ചെയ്യണമെങ്കിൽ, ഒരു റൗണ്ട് ഇടണമെങ്കിൽ അനേക പ്രാവശ്യം ഇങ്ങനെ ഉരച്ച് അവിടെ ഉള്ളതെടുത്ത് കളഞ്ഞ് അതിനെ അവിടെ ഒരു കുഴിയായിട്ട് മാറുമ്പോൾ, എൻഗ്രേവ്ഡായിട്ട് മാറുമ്പോൾ അത് പെർമനൻ്റായി. ഇതുപോലെ ഒരേ കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പറയുമ്പോൾ, ഏറ്റുപറയുമ്പോൾ, എഴുതുമ്പോൾ അത് നമ്മുടെ അകത്ത് പതിയും. യേശുവിൻ്റെ നാമത്തിൽ പതിയട്ടെ. അനുസരണം. ആവർത്തന പുസ്തകം 28:1 If you fully obey the Lord your God and carefully follow all his commands I give you today, the Lord your God will set you high above all the nations on earth. അപ്പോൾ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ്റെ കൽപ്പനകളെല്ലാം, ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളെല്ലാം അനുസരിച്ച് നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ സകല ജാതികളുടെ മേലും ഉന്നതമാക്കും, ഉയർന്ന നിലയിലാക്കും. വാട്ട് എ പ്രോമിസ്!
ദൈവത്തെ അനുസരിച്ചാൽ ആ വ്യക്തിയെ, ആ ദേശത്തെ, ആ സഭയെ, ആ കൂട്ടത്തെ, ആ കുടുംബത്തെ, ആ കൂട്ടായ്മയെ മറ്റെല്ലാ ജാതികളെക്കാളും അല്ലെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും മനുഷ്യ സമൂഹങ്ങളെക്കാളൊക്കെ ഉന്നതമാക്കും, ഉയരത്തിൽ കൊണ്ടുപോയി വയ്ക്കും എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഇത് അറ്റൻഡ് ചെയ്യുന്നവർ എപ്പോഴായിക്കോട്ടെ, സെയിം ഡേ ആകാം, സെയിം ഡേ ലൈവായിട്ടാകാം, അതിന് ശേഷമാകാം, റീപ്ലേ ആകാം, ഏത് ദിവസമാകാം, നിങ്ങളിത് കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇന്നത്തെ ഫോക്കസ് വേർഡ് ടൈപ്പ് ചെയ്യണം. എന്താണ് ഇന്നത്തെ ഫോക്കസ് വേർഡ് എന്ന് പറഞ്ഞേ? ഒബീഡിയൻസ്, അനുസരണം. അനുസരണം ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ടൈപ്പ് ചെയ്യുക. ഫോക്കസ് വേർഡ്സ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതെങ്കിലും ഭാഷയിലോ കോപ്പി ചെയ്തിടുക. നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്നും കോപ്പി ചെയ്തിടുക. ഇനി ഡെക്ലറേഷൻ നോക്കാം. മൈ ഒബീഡിയൻസ് അൺലോക്സ് ഹെവൻസ് ബ്ലെസ്സിങ്. എൻ്റെ അനുസരണം സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ തുറന്നു വിടും, കേട്ടഴിച്ചു വിടും, സ്വതന്ത്രമാക്കും. ഐ വാക്ക് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഗോഡ്സ് വിൽ ടുഡേ. ദൈവത്തിൻ്റെ ഇഷ്ടവുമായി ചേർന്ന് ഞാൻ നടക്കുന്നു. അതാണ് ഇന്നത്തെ ഡെക്ലറേഷൻ. ഇന്നത്തെ പേജിൽ ആ റിബൺ വച്ചിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ടോപ്പിൽ ഇന്നത്തെ വചന വായനാ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കണം, ടിക്ക് ചെയ്യണം. അനുസരണത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. 1, ഒബീഡിയൻസ് ഈസ് ദ പാത്ത് വേ ടു എലിവേഷൻ. ഒബീഡിയൻസ് ഈസ് ദ പാത്ത് വേ ടു എലിവേഷൻ. ഉയർച്ചയിലേക്കുള്ള വീഥി, പാതയാണ് അനുസരണം. ആർക്കെങ്കിലും ജീവിതത്തിൽ ഉയരണമോ ദൈവത്തെ അനുസരിക്കുക. എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളെ അനുസരിക്കണം, ടീച്ചേഴ്സിനെ അനുസരിക്കണം, മുതിർന്നവരെ അനുസരിക്കണം, അധികാരികളെ അനുസരിക്കണം. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന. ഇതൊന്നും അല്ല, അതൊക്കെ മനുഷ്യരാണ്. ദൈവത്തെ അനുസരിക്കണോ? ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കണം. എന്താ ദൈവം പറഞ്ഞിട്ടുള്ളത്? ദൈവം പറഞ്ഞിട്ടുള്ളതാണ് വചനത്തിലുള്ളത്. ആ വചനത്തിലുള്ളത് നമ്മൾ കേൾക്കണം, അഥവാ വായിക്കണം. അല്ലെങ്കിൽ പ്രസംഗിച്ച് കേൾക്കുന്നതോ വായിച്ച് കേൾക്കുന്നതോ മറ്റുള്ളവർ പറയുന്നതോ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ, ഇപ്പോൾ സാധാരണ പല നില ബഹുനില കെട്ടിടങ്ങളിലൊക്കെ മിക്കവാറും ലിഫ്റ്റുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സീറോ, ഗ്രൗണ്ട് ലെവലിലാണെന്നിരിക്കട്ടെ, നിങ്ങൾ നേരെ ലിഫ്റ്റിലേക്ക് കയറുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു. 13ാമത്തെ അല്ലെങ്കിൽ 12ാമത്തെ നിലയിലേക്ക് പോകണം. നിങ്ങളത് എലിവേറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകും. ഇതുപോലെ ജീവിതത്തിൽ ഉയരാൻ സഹായിക്കുന്ന സ്വിച്ച്, ആ എലിവേറ്ററിനകത്തുള്ള സ്വിച്ചാണ് ഞാനീ പറയുന്നത്, ഒബീഡിയൻസ്. ആവർത്തനം 28:1 നമ്മൾ വായിച്ചത്. അവിടെ കാണുന്നത് ദ ലോർഡ് യുവർ ഗോഡ് വിൽ സെറ്റ് യു ഹൈ. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഉയരങ്ങളിലാണ് വാസം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ദൈവത്തിൻ്റെ സിംഹാസനം, ദൈവം വസിക്കുന്ന സ്ഥലം, പ്രപഞ്ചത്തിൽ എല്ലാ യൂണിവേഴ്സും എടുത്താൽ ഏറ്റവും ഉയരത്തിൽ 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 ഉയരത്തിൽ. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലെ ആളുകൾ പോകുന്നു, സ്പേസിൽ പോകുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സ്പേസ് ക്രാഫ്റ്റുകളുമൊക്കെ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി പോവുക. എത്ര പോകും? ഏതെങ്കിലും ഒരു ഉയരം വരെ പോകും, ഒരു ഓർബിറ്റ് വരെ പോകും, തിരിച്ചു വരും. മൂൺ വരെ പോകും, തിരിച്ചു വരും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗോളങ്ങളിലോട്ട് പോകാനാണല്ലോ ശ്രമം. എന്നിട്ട് തിരിച്ചു വരും. ഇനി അവിടെ സെറ്റിലായാലും അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവം വസിക്കുന്നത് അതിൻ്റെ ഉയരത്തിലാണ്. ദൈവം വസിക്കുന്നത് തേർഡ് ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഹെവൻ, സെക്കൻഡ് ഹെവൻ, തേർഡ് ഹെവൻ. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ഹെവൻ ഇല്ല. അതാണ് ഏറ്റവും ഉയരങ്ങളുടെ ഉയരം എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് ദൈവം വസിക്കുന്നതെങ്കിൽ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ദൈവം ഇതുപോലെ തന്നെ പിടിച്ചങ്ങ് ഉയർത്തി 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 അവിടെ വരെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് സകല ജാതികളെക്കാൾ, മറ്റുള്ള എല്ലാവരേക്കാളും ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആരെ? ദൈവത്തെ അനുസരിക്കുന്നവരെ. എലിവേഷൻ ഇൻ ഗോഡ്സ് കിങ്ഡം ഈസ് നോട്ട് റാൻഡം, ഇറ്റ് ഫോളോസ് ഒബീഡിയൻസ്. ദൈവരാജ്യത്തിലാണോ ഒരാൾ ഉയരണമെങ്കിൽ ചുമ്മാ ചിലരങ്ങ് പൊങ്ങിപ്പോവുകയല്ല ചെയ്യുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവരാണ് ഉയരുന്നത്. 1 സാമുവേൽ 15:22.
ഒത്തിരി പേര് എല്ലായ്പ്പോഴും പറയുന്ന, കോട്ട് ചെയ്യുന്ന, പ്രസംഗിക്കുന്ന ഒരു വചനമാണ് 1 ശമൂവേൽ 15:22. അവിടെ കാണുന്നത് ടു ഒബേ ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. ഒരു യാഗം കഴിക്കുന്നതിനേക്കാൾ, ബലി കഴിക്കുന്നതിനേക്കാൾ, സാക്രിഫൈസ് അർപ്പിക്കുന്നതിനേക്കാൾ വിലയുണ്ട് അനുസരണത്തിന്. ആ കോണ്ടെക്സ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. പ്രോഫറ്റ് സാമുവേൽ വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശൗൽ രാജാവ് പോയി കയറി ഒരു സാക്രിഫൈസൊക്കെ നടത്തി. നീ വരുന്നത് വൈകുന്നു എന്ന് കണ്ടിട്ട് ഞാനങ്ങ് കയറി, ഈ ജനങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. അവിടെയാണ് ഒരു വാർണിംഗ് കൊടുത്തത്, മോനെ ഇനി മേലിൽ ഇത് ചെയ്യരുത്. പുരോഹിതന്മാർ ചെയ്യേണ്ട കാര്യം നീ രാജാവ്, നീ കയറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തെ അനുസരിക്കുന്നത് യാഗങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. എത്ര വലിയ യാഗം നീ കഴിച്ചാലും ദൈവം അത് സ്വീകരിക്കണമെങ്കിൽ അതിനു മുമ്പ് നീ അനുസരിക്കുന്നൊരു വ്യക്തിത്വമായിരിക്കണം. ലൂക്കോസ് 11:28. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹിയർ ദ വേർഡ് ആൻഡ് ഒബേ ഇറ്റ്. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1:25. ദ വൺ ഹു ഡസ് ഇറ്റ് വിൽ ബി ബ്ലെസ്ഡ്. അത് ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ചെയ്യുന്നവൻ, പ്രവൃത്തിയിലാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ബഹുനില കെട്ടിടം, ഒരു 60 നിലയുണ്ടെന്ന് വിചാരിച്ചു. അതിൽ സാധാരണ അങ്ങനെ അത്രയും ഹൈറ്റുള്ളൊരു ബിൽഡിങ്ങിൽ എല്ലാവർക്കും എല്ലാ നിലയിലും ഫുൾ ആക്സസ് ഉണ്ടാവില്ല. ഒരു പ്രത്യേക നില വരെ എല്ലാവർക്കും പോകാം, പൊതുവായി ഒക്കെ തുറന്നു കൊടുക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണ്ടി വരും. ഐഫിൽ ടവർ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച, 2-3 ലെവൽസ് ഉണ്ട്. ഒരു ലെവൽ വരെ ഒരു ടിക്കറ്റ്, അടുത്ത ലെവൽ വരെ അടുത്ത ടിക്കറ്റ്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ വേറെ പെർമിഷൻ വേണം, ഓത്തറൈസേഷൻ വേണം എന്ന് പറയുന്നത് പോലെ ഈ ഹയർ ലെവൽസിലേക്ക് പോകണമെങ്കിൽ അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഒരു പരിധി വിട്ട് ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഹയർ ലെവലിൽ നിന്നുള്ള പെർമിഷൻ വേണം, ഹൈ കമ്മീഷൻ്റെ പെർമിഷൻ വേണമെന്ന്. അതുകൊണ്ട് നമ്മുടെ ഹൈ കമ്മീഷൻ ഇരിക്കുന്നത് 3rd ഹെവനിലാണെന്ന് ഓർക്കണം. സോ യു കനോട്ട് റീച്ച് ദ അപ്പർ ഫ്ലോർസ് വിത്തൗട്ട് പ്രോപ്പർ ഓത്തറൈസേഷൻ. ഇൻ ദ സെയിം വേ ഒബീഡിയൻസ് ഈസ് ദി ആക്സസ് ദാറ്റ് ലിഫ്റ്റ്സ് യു ഹയർ ആൻഡ് ഹയർ ആൻഡ് ഹയർ. ഈ അനുസരണം എന്ന ബട്ടൺ അമർത്തുമ്പോൾ മാത്രമാണ് ഏറ്റവും ഉയരത്തിലേക്ക് പോകാൻ പറ്റും. അല്ലാത്തവരല്ല ഏതെങ്കിലും ഒരു ലെവലിൽ കിടന്ന്, ഓർബിറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. Number 2, obedience requires attention and intentionality. ഈ അനുസരണത്തിൻ്റെ ആവശ്യം, അനുസരിക്കണമെങ്കിൽ ശ്രദ്ധിക്കുകയും നമ്മൾ മനസ്സ് വയ്ക്കുകയും വേണം. ഒന്ന് ടൈപ്പ് ചെയ്തിരുന്ന ഇതെല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഒബീഡിയൻസ് റിക്വയർസ് അറ്റൻഷൻ ആൻഡ് ഇൻറ്റൻഷനാലിറ്റി. അപ്പോൾ ഒരാൾ അനുസരിക്കണമെങ്കിൽ സശ്രദ്ധം കേൾക്കണം, അലസമായി കേട്ടില്ല എന്ന രീതിയിലല്ല, സശ്രദ്ധം കേൾക്കണം. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. മാത്രമല്ല ശരിക്കും നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഉറച്ച ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആവർത്തനം 28:1, ഇഫ് യു കെയർഫുള്ളി ഫോളോ, ശ്രദ്ധയോടെ കേട്ട് പിന്തുടർന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒബീഡിയൻസ് ഈസ് നോട്ട് കാഷ്വൽ, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. അനുസരണം ഒരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല, അത് മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. ജോഷുവയുടെ പുസ്തകം 1:7, ബി കെയർഫുൾ ടു ഒബേ ഓൾ ദ ലോ. ഈ ന്യായപ്രമാണം മുഴുവനും അനുസരിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു ലീഡറോടാണ് പറയുന്നത്, ലീഡറായി വിളിക്കപ്പെട്ട ആളോട്, ശുശ്രൂഷകനോടാണ് പറയുന്നത്, ശ്രദ്ധയോടെ. സാം 119 and verse number 4. ഏറ്റവും നീളമുള്ള സങ്കീർത്തനം 119, 4ാമത്തെ വചനത്തിൽ പറയുന്നത്, യു ഹാവ് ലെയ്ഡ് ഡൗൺ പ്രിസെപ്റ്റ്സ് ടു ബി ഫുള്ളി ഒബേഡ്. നിൻ്റെ ചട്ടങ്ങൾ നൽകിയിരിക്കുന്നത് പൂർണ്ണമായ അവയെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. ജോൺ 14 verse number 15. യോഹന്നാൻ്റെ സുവിശേഷം 14:15, ഇഫ് യു ലവ് മീ കീപ് മൈ കമാൻഡ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അതല്ലാതെ ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഒരു ദിവസത്തിന് അനേക പ്രാവശ്യം ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ് പറഞ്ഞാലും കർത്താവ് ആക്സെപ്റ്റ് ചെയ്യില്ല. കർത്താവ് പറയുന്നത്, മോനെ മോളെ നീ എൻ്റെ വചനം ഒന്ന് അനുസരിച്ചൊന്ന് ജീവിച്ചേ,
അപ്പോൾ എനിക്ക് മനസ്സിലാകും നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെന്ന്. അതല്ലാതെ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ജീസസ് എത്ര പറഞ്ഞാലും പാടിയാലും പ്രസംഗിച്ചാലും അത് ലവ് ആവില്ല. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായത് യേശുവിൻ്റെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് ഒബീഡിയൻസ് ആണ്. ആക്ട്സ് ഓഫ് സർവീസ് അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് ഒബീഡിയൻസ് ആണ്. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അനുസരിക്കണം. 5 മേജർ ലവ് ലാംഗ്വേജസ് അല്ലേ, 5 മുഖ്യമായ സ്നേഹത്തിൻ്റെ ഭാഷകളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഒരു ലവ് ലാംഗ്വേജ്, അല്ലെങ്കിൽ യേശു പ്രതീക്ഷിക്കുന്ന നമ്മൾ എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നൊരു ലാംഗ്വേജ് എന്താണത്? ആക്ട്സ് ഓഫ് ഒബീഡിയൻസ്. ഒരു പൈലറ്റ്, ഇത് പൈലറ്റുമാരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പൈലറ്റിന് പഠിക്കുന്നവർ കേൾക്കുന്നുണ്ടോ? ഒരു പൈലറ്റ് ലാൻഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, റൺവേയിൽ നടുക്കൂടെ കുറേ ലൈറ്റ്സ് കാണും. അപ്പോൾ അതിലേക്കാണ് ഫോക്കസ്. ഓക്കെ, ഈ സമയത്ത് കൺട്രോൾ റൂമിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. ഈ ഇൻസ്ട്രക്ഷൻസിൽ കുറച്ചൊക്കെ അനുസരിച്ച് ഒരു 8-10 ഇൻസ്ട്രക്ഷൻ പറഞ്ഞു, അതിൽ 1-2 അനുസരിച്ചു. എന്ത് സംഭവിക്കും? ആ ഒരു ഫുള്ളി ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ റൺവേയിൽ ഇറങ്ങുന്നതിന് പകരം തൊട്ടപ്പുറത്ത് കടലിലായിരിക്കും ചിലപ്പോൾ ഇറങ്ങാൻ പോകുന്നത്, വാട്ടർ ലാൻഡിങ് ആയിരിക്കും. അപ്പോൾ കൃത്യമായി അനുസരിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ലാൻഡിങ്, സേഫ് ലാൻഡിങ് ഉണ്ടാകുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ബൈബിളിൽ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് 1-2 കേട്ടു, അനുസരിച്ച്, പിന്നെ എൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ചു. ഫുള്ളി അനുസരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. എത്ര പേരെന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് സമർപ്പിക്കും, കർത്താവെ അങ്ങയുടെ വചനം പൂർണ്ണമായി അനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് പറയും? നമ്പർ 3, ഒബീഡിയൻസ് അലൈൻസ് യു വിത്ത് ഗോഡ്സ് ഓർഡർ. അനുസരണം ദൈവത്തിൻ്റെ ക്രമവുമായി നമ്മെ ഇണക്കുന്നു. ഓക്കെ, ഒബീഡിയൻസ് പൊസിഷൻസ് യുവർ ലൈഫ് അണ്ടർ ഗോഡ്സ് സ്ട്രക്ചർ ആൻഡ് ഫ്ലോ. ദൈവത്തിന് എല്ലാം ചെയ്യുന്നതിന് ദൈവത്തിൻ്റെതായ ഒരു രീതിയുണ്ട്, ഒരു ഘടനയുണ്ട്, ദൈവത്തിൻ്റെതായ ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ അതിലോട്ടാണ് ഈ അനുസരണം നമ്മളെ കൊണ്ടുപോയി ആക്കുന്നത്, ആ ഫ്ലോയിലേക്കാണ്. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. യെശയ്യാവിൻ്റെ പുസ്തകം 1:19, ഇഫ് യു ആർ വില്ലിംഗ് ആൻഡ് ഒബീഡിയൻറ്റ് യു വിൽ ഈറ്റ് ദ ഗുഡ് ഓഫ് ദ ലാൻഡ്. നിങ്ങൾ പൂർണ്ണമായി മനസ്സോടെ അനുസരിച്ചാൽ ദേശത്തിലെ നന്മ നിങ്ങൾ ഭക്ഷിക്കും. അഥവാ ജീവിതത്തിൽ നന്മ അനുഭവിക്കണമെങ്കിൽ ദൈവത്തെ പൂർണ്ണമായും മനസ്സോടെ അനുസരിക്കണം. യോഹന്നാൻ 2:5 ഡു വാട്ട് എവർ ഹി ടെൽസ് യു. യേശുവിൻ്റെ അമ്മ മറിയ പറയുകയാണ്, ഇത് ഗലീല നാട്ടിൽ കാനാവിൽ വെള്ളം വർദ്ധിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. മറിയ ആളുകളോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിക്കുകയാണെങ്കിൽ അതങ്ങ് ചെയ്തേക്ക്. കാരണം അവൻ പറയുന്നതനുസരിച്ചാൽ ഒരു മിറക്കിൾ ഇവിടെ നടക്കും. ദൈവവചനം പറയുന്നത് കേട്ടാൽ ഒരത്ഭുതം നടക്കും. റോമാലേഖനം 6:16 യു ആർ സ്ലേവ്സ് ടു ദ വൺ യു ഒബേ. എന്തിനെ നിങ്ങൾ അനുസരിക്കുന്നുവോ അതിന് നിങ്ങൾ അടിമകളാവുന്നു, ദാസന്മാരാകുന്നു. അപ്പോൾ പാപത്തെ അനുസരിച്ചാൽ, ജഡത്തെ അനുസരിച്ചാൽ, പിശാചിനെ അനുസരിച്ചാൽ, മനുഷ്യരെ അനുസരിച്ചാൽ അതിൻ്റെ ദാസന്മാരായി അതിൻ്റെ ദാസ്യവൃത്തി ചെയ്യേണ്ടി വരും. എന്നാൽ ദൈവത്തെയാണ് അനുസരിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവദാസന്മാരായിട്ട് മാറും. ഇങ്ങനെ ചിന്തിക്കുക, റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഒരപകടമെങ്കിലും ഉണ്ടാകുമോ? നോർമലി ഇല്ല. സ്വന്തമായി കാറിന് എന്തെങ്കിലും കേടുവന്നു, ടയർ പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ഗ്യാസ്കറ്റ് പൊട്ടി, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള. അതർവൈസ് എനിക്ക് തോന്നുന്നു 99.9% അപകടങ്ങളും ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. ശരിയാണോ പറയുന്നത്? ഇതുപോലെ തന്നെ ഇഫ് യു ഫുള്ളി ഒബേ, എല്ലാവരും നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കാമെങ്കിൽ ഒരു ഓർഡറുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്, പ്രോഗ്രസ് ഉണ്ട്, ജീവിതം തന്നെ മുന്നിലേക്ക് പോകും. നമ്പർ 4, ഒബീഡിയൻസ് ഡെമോൺസ്ട്രേറ്റ്സ് ട്രസ്റ്റ് ആൻഡ് ലവ് ഫോർ ഗാഡ്. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണ്? അത് പ്രകടമാക്കുന്നത് എന്താണ്? ഒന്ന്, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം അത് പ്രകടമാക്കുകയാണ്. ഒബീഡിയൻസ് ഡെമോൺസ്ട്രേറ്റ്സ് ട്രസ്റ്റ് ആൻഡ് ലവ് ഫോർ ഗാഡ്.
നമുക്ക് ദൈവത്തോടുള്ള ട്രസ്റ്റ്, വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും, അതാണ് നേരത്തെ യേശു പറഞ്ഞ പോലെ തന്നെ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ആ സ്നേഹപ്രകടനമാണ്. ഒബീഡിയൻസ് ഈസ് നോട്ട് ജസ്റ്റ് ഡ്യൂട്ടി, ചുമ്മാ ഒരു ചുമതലയല്ല. ഇപ്പം മതങ്ങളെല്ലാം തന്നെ പറയുന്നത് എന്താണ്? ഇന്ന കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങൾ അനുസരിക്കുക, 5 കാര്യം, 7 കാര്യം, 12 കാര്യം, ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും, ഇങ്ങനെയല്ല പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അനുസരിക്കുക. അതൊരു ചട്ടമാണ്, അതൊരു റൂളാണ്. ഇതല്ല ദൈവവചനം. ആ രീതിയിലല്ല പുതിയ നിയമം വർക്ക് ചെയ്യുന്നത്. അത് ഒരു ചുമതല കൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നതോ മതചടങ്ങുകളോ അല്ല. ഇറ്റ് ഈസ് എ റെസ്പോൺസ് ഓഫ് ലവ് ആൻഡ് ട്രസ്റ്റ്. ദൈവത്തോടുള്ള ഭയങ്കരമായ സ്നേഹവും അവനിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. യോഹന്നാൻ 14:21 whoever has my commands and keeps them is the one who loves me. അതേ കാര്യം തന്നെ പറയുകയാണ്. ആരുടെ എല്ലാം കയ്യിൽ എൻ്റെ കൽപ്പനയുണ്ടോ, ആരെല്ലാം അത് ചെയ്യുന്നുവോ, അവൻ എന്നെ സ്നേഹിക്കുന്നു. 1 John 5:3 നോക്കാമോ? 1 യോഹന്നാൻ 5:3 his commands are not burdensome. അവൻ്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളതല്ലല്ലോ. മോശയുടെ കൽപ്പനകളെല്ലാം ഭാരമുള്ളതായിരുന്നു. ആ കൽപ്പലകയ്ക്ക് തന്നെ ഭയങ്കര ഭാരമായിരുന്നു. 2 കൽപ്പലകയിൽ നമ്മൾ സാധാരണ കാണാറുള്ളത് പാറയാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇതൊക്കെ പുസ്തകമാണ്, ഇതൊക്കെ നമുക്ക് ഹാൻഡിയാണ്, ഒരു കൈ കൊണ്ട് നമുക്ക് പൊക്കിയെടുക്കാവുന്നത്. എന്നാൽ ഈ മോശ കൊണ്ടുവന്ന ആ കൽപ്പലകകൾ തന്നെ ഭയങ്കര ഹെവിയല്ലേ. അതിലാണ് 10 കൽപ്പനകൾ എഴുതിയിരിക്കുന്നത്. ആ കൽപ്പനകളെല്ലാം ഭാരമുള്ളതായിരുന്നു. ഓക്കെ, എബ്രായ ലേഖനം 11:8 ഏബ്രഹാം ഒബെയ്ഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ അബ്രഹാം അനുസരിച്ചു എന്ന് കാണുന്നുണ്ട്. ഒരാൾ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴേക്കും അയാളുടെ രോഗമെല്ലാം പറഞ്ഞു. ഇന്ന രോഗങ്ങളാണ്, ഛർദിയാണ്, വിറയലാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറുണ്ട്, ചിൽസുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, ഡോക്ടറോടും തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതി. ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അറിയാലോ. ഡോക്ടേഴ്സിനും ഈ ഫാർമസ്യൂട്ടിക്കൽ ഇതിലുള്ളവർക്കൊക്കെ വായിക്കാൻ പറ്റുള്ളൂ, നമുക്കൊന്നും സാധാരണ വായിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രിസ്ക്രിപ്ഷൻ എല്ലാം എഴുതി ഇയാളുടെ കയ്യിൽ മരുന്ന് വാങ്ങിച്ച് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ രോഗി പോവുക. ഈ രോഗി ഡോക്ടറെ അനുസരിക്കുന്നത് ഡോക്ടറെ പേടിച്ചിട്ടാണോ, ഡോക്ടറിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്? പേടിച്ച് അയ്യോ ഡോക്ടർ എന്ത് വിചാരിക്കും, ഡോക്ടർ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ വഴക്ക് പറയും, അല്ലെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? ഇതല്ലല്ലോ. ആ സമയത്ത് രോഗിയുടെ അകത്ത് ഈ ഡോക്ടർ തന്നിരിക്കുന്ന ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും, വിശ്വസിക്കുകയാണ്. സോ ദാറ്റ് പേഷ്യൻറ്റ് ഈസ് പുട്ടിങ് ഹിസ് ട്രസ്റ്റ് ഓർ ഹെർ ട്രസ്റ്റ് ഓൺ ദ ഡോക്ടർ. അതുകൊണ്ടാണ് അനുസരിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അത് ദൈവത്തിലുള്ള നമ്മുടെ ഉത്തമ വിശ്വാസമാണ്, അവനോടൊരു സ്നേഹപ്രകടനം കൂടിയാണ്. ദൈവം എന്തെല്ലാം നന്മകൾ എനിക്ക് തരുന്നു, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും തന്നവനല്ലേ യേശു, അതുകൊണ്ട് ഞാൻ അവനെ അനുസരിക്കും. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് നാം അനുസരിക്കുന്നത്. അപ്പം ഇന്ന് സ്വിച്ചിട്ട എല്ലാവരും എലിവേറ്ററിൻ്റെ അകത്ത് കയറി, ലിഫ്റ്റിൻ്റെ അകത്ത് കയറി സ്വിച്ച് ഓൺ ആക്കുന്നു. എന്തിന്? മുകളിലേക്ക്, ഏറ്റവും ടോപ്പിലേക്ക്. എത്ര നിലയാണ്? 60 നിലയാണോ 100 നിലയാണോ അവിടെ വരെ എത്താൻ ഏറ്റവും മുകളിൽ സ്വിച്ച് അമർത്തുന്നത് പോലെയാണ് ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നത്. അനുസരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സകല ജാതികളുടെയും മുകളിൽ ഞാൻ നിന്നെ ആക്കി വയ്ക്കും. എനിബഡി ഇൻട്രസ്റ്റഡ്? ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഒബേയിങ് ഗോഡ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഞാൻ ദൈവത്തെ അനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നു, എനിക്ക് താല്പര്യമുണ്ട്. ടൈപ്പ് ചെയ്തിടുക. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ട കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് അനുസരിക്കുവാനായി തീരുമാനിച്ചവരെ അങ്ങയുടെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ 1-2 കേസുകൾ എൻ്റെ മുമ്പിൽ വരുന്നത്, ഈ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കുന്നില്ല, അങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് പ്രശ്നമുള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇത് സാധാരണ പറയാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള, ഒരുപക്ഷെ അതിനുവേണ്ടി മരുന്ന് കഴിക്കുകയോ
അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ സിസ്റ്റം തന്നെ മാറട്ടെ, ബോഡി നേച്ചർ മാറട്ടെ, ബ്ലഡിൻ്റെ രീതികൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങളൊക്കെ ഉണ്ടായി വരട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ഉറക്കത്തിൽ ഭയങ്കരമായ സ്ട്രഗിൾ അനുഭവിച്ച് എനിക്ക് തോന്നുന്നു ഈ ശ്വാസത്തിന് തടസ്സമോ അങ്ങനെ എന്തൊക്കെയോ വന്നിട്ട് പാനിക് ചെയ്ത് എഴുന്നേൽക്കുന്ന അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്ന പൂർണ്ണമായൊരു വിടുതലുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ഇനി നിങ്ങളുടെ രോഗം എന്താണേലും ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി കൈനീട്ടാം. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതലും സൗഖ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഹൃദയങ്ങളിൽ സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമുക്കിനി നാളെ കാണാം. ഇന്നത്തെ ലിങ്കുകളൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.